ത്രില്ലർ വിജയങ്ങൾ, വലിയ പരാജയങ്ങൾ, വലിയ അട്ടിമറികൾ, വലിയ നിരാശകൾ, വിവാദങ്ങൾ, പടിയിറക്കങ്ങൾ, കൊടിയേറ്റങ്ങൾ, അങ്ങനെ വീണ്ടും ഒരു ലോകകപ്പ് ഫുട്ബോളിനുകൂടി ഫൈനലായിരിക്കുകയാണ്. ഇത്തവണ അർജൻറ്റീനയും സ്പെയിനും തമ്മിൽ അത്യധികം ആവേശകരമായൊരു ഫൈനൽ. എല്ലാവരും വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു എന്താകും ഈ പോരാട്ടം എന്നറിയാൻ, അല്ലേ? തീർച്ചയായും വളരെ കുറച്ച് പേർ മാത്രം പ്രഡിക്റ്റ് ചെയ്തൊരു ഫൈനലാണത്, അർജൻറ്റീന സ്പെയിൻ ഫൈനൽ. പലരും ഫ്രാൻസിനും ഒക്കെ ആയിരുന്നു കൂടുതൽ ചാൻസ് കൊടുത്തിരുന്നത്. ഇവൺ ഇംഗ്ലണ്ടിന് പോലും പലരും ചാൻസ് കൊടുത്തിരുന്നു. പക്ഷേ അർജൻറ്റീന സ്പെയിൻ അങ്ങനെ ഒരു മത്സരം പലരും മുൻകൂട്ടി കണ്ടിരുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഈ ഫൈനലിൻ്റെ ഏറ്റവും വലിയ ഒരു എന്താ പറയുക, അതിന് കൂടുതൽ ആകർഷകമാക്കുന്നത്. അതെ അതെ, അർജന്റീനയും സ്പെയിനും തമ്മിൽ ലോകകപ്പിൽ ഒരു മത്സരം തന്നെ നടന്നിട്ട് ഒത്തിരി വർഷങ്ങൾ മുമ്പ്, 60 വർഷം മുമ്പ്. അതെ, അത്രയും പഴക്കമുണ്ട്. ആരും പ്രതീക്ഷിക്കാത്തൊരു പോരാട്ടമാണിത്. അതെ 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 തീർച്ചയായും. അത് മാത്രമല്ല, അവർ തമ്മിൽ അധികം കളിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഏറ്റവും ഒടുവിൽ കളിച്ചത് 2018 മറ്റോ ആണ്. അതിൽ സ്പെയിൻ ജയിച്ചിരുന്നു, വലിയ 6-1 മറ്റോ ജയിച്ചിരുന്നു. അങ്ങനെ സ്ഥിരം ഏറ്റുമുട്ടുന്ന ടീമുകളല്ല. മാത്രമല്ല, ഇങ്ങനെ നോക്കിക്കഴിയുമ്പോൾ ലോകകപ്പിലെ നിലവിലെ ചാമ്പ്യന്മാരും നിലവിലെ ലോക ചാമ്പ്യന്മാരും യൂറോ ചാമ്പ്യന്മാരും തമ്മിലാണ് ഫൈനൽ വരാൻ പോകുന്നത്. അതെ അതെ, അതിൻ്റെ ഒരു പ്രൗഢി ഒന്ന് വേറെ തന്നെയാണ്. അതെ. പിന്നെ നമ്മൾ നോക്കുമ്പോൾ ലോകകപ്പിൽ ഇതുവരെയുള്ള പ്രകടനം നോക്കുമ്പോൾ അർജന്റീന ലോകകപ്പിൽ ഏറ്റവും അധികം ഗോളുകൾ നേടിയ ടീമാണ്. ഏതാണ്ട് 19 ഗോളുകൾ അർജന്റീന ഇതുവരെ സെമി ഫൈനൽ വരെ. 1.5 ഡസൻ ഗോൾ. അതെ, മിക്ക കളികളിലും തന്നെ 3 ഗോളാണ്, അല്ലെങ്കിൽ 2 ഗോൾ, അതിൽ താഴെ ഒരു കളിയില്ല. അതേസമയം സ്പെയിൻ ആണെന്നുണ്ടെങ്കിൽ ഏറ്റവും കുറച്ച് ഗോളുകൾ വഴങ്ങിയ ടീമാണ്. ആകെ ഒരേ ഒരു ഗോളേ ഉള്ളൂ വഴങ്ങിയിട്ടുള്ളൂ, അത് ബെൽജിയത്തിനെതിരെ വഴങ്ങിയ ഗോളാണ്. മറ്റൊരു കളിയിലും എല്ലാം ക്ലീൻ ഷീറ്റാണ്. അത് സൂചിപ്പിക്കുന്ന ഒരു പ്രത്യേക സംഗതിയുണ്ട്. അതായത് ഏറ്റവും ശക്തമായ പ്രതിരോധ നിരയും ഏറ്റവും ശക്തമായ അറ്റാക്കിംഗ് നിരയും തമ്മിൽ ആണ് മത്സരം എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അതെ, അങ്ങനെ വരുമ്പോൾ സാധാരണഗതിയിൽ ഇത് തീ പാറും എന്ന് പറഞ്ഞാൽ വളരെ കറക്റ്റ് ആയിരിക്കും. അതെ 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 അതെ, അത് വളരെ സാമ്യം തോന്നാവുന്ന എന്നാൽ വ്യത്യസ്തമായ ശൈലികളാണ്. അതെ, അതായത് സ്പെയിനിൻ്റെ ടിക്കിടാക്ക ബേസ്ഡ് ആ ശൈലിയും അർജൻറ്റീന ശൈലിയും ഒറ്റ നോട്ടത്തിൽ സിമിലർ ആണെന്നൊക്കെ തോന്നാം. പക്ഷേ അത് രണ്ട് രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. പ്രായോഗിക തലത്തിൽ വ്യത്യസ്ത രീതികളാണ്. അതിൻ്റെ ഒരു ഏറ്റുമുട്ടൽ, ഒരു ക്ലാഷ് ഒക്കെ ആയിരിക്കും ഈ ഫൈനലിൽ. അതെ അതെ, അർജന്റീനയുടെ സ്പെയിനുമായിട്ടുള്ള മത്സരത്തെ പെട്ടെന്ന് നമുക്കൊന്ന് പുറകോട്ട് നോക്കുകയാണെങ്കിൽ ഫ്രാൻസും സ്പെയിനും തമ്മിൽ നടന്ന മത്സരമാണ് ഒരു ഉദാഹരണമായിട്ട് എടുക്കാവുന്നത്. അറ്റാക്കിംഗ് ഒരു നോക്കിക്കഴിഞ്ഞാൽ അർജന്റീനയെ പോലെ തന്നെ നന്നായി അറ്റാക്ക് ചെയ്ത് കളിക്കുന്ന ഒരു ടീമിനെയാണ് സ്പെയിൻ സെമി ഫൈനലിൽ തോൽപ്പിച്ചത്, ഫ്രാൻസിനെ. അപ്പോൾ അർജന്റീന പക്ഷേ കുറച്ചുകൂടെ മാറ്റമുണ്ട്. അർജന്റീനയുടെ കളി കുറെ കൂടെ അഗ്രസീവാണ്. അവരൊരു ചാമ്പ്യൻ ടീമാണ്. അവർക്ക് മത്സരം ജയിക്കേണ്ടത് എങ്ങനെയെന്ന് നന്നായി അറിയാവുന്ന ഒരു ടീമാണ്. അതെ അതെ, അവസാന ഘട്ടങ്ങളിൽ മത്സരം ജയിക്കുക എന്നുള്ളത് സ്കലോണിയുടെ സ്കില്ലാണ്. അതേസമയം ഈ സ്കലോണിയുടെ ഗുരുവായിരുന്നു ലാഫിയോന്തെ. സ്കലോണി സ്പെയിനിൽ വെച്ചാണ് ഈ കോച്ചിങ് ബാഡ്ജുകളൊക്കെ നേടിയത്. അന്ന് പുള്ളിയുടെ വഴികാട്ടിയായിരുന്നു ലാഫിയോന്തെ. രണ്ടുപേരുടെയും ഫിലോസഫി തമ്മിൽ വ്യത്യാസമുണ്ട്. ഈ ലാഫിയോന്തയുടെ ഒരു സ്ട്രക്ചറൽ ഇൻറ്റഗ്രിറ്റിയാണ് പുള്ളിയുടെ. ആ സ്ട്രക്ചർ മാറുന്നേ ഇല്ല. സ്ട്രക്ചർ അതുപോലെ തന്നെ നിലനിർത്തി. ആളുകൾ മാറിയേക്കാം, പക്ഷേ സ്ട്രക്ചർ മാറില്ല. ഓരോ പൊസിഷനിലും കൃത്യമായ ആളുകൾ വരും പോകും, പക്ഷേ സ്ട്രക്ചറൽ ഇൻറ്റഗ്രിറ്റി ഉണ്ടാവും. അതേസമയം സ്കലോണി അങ്ങനെയല്ല. അവസാനം ഇംഗ്ലണ്ടിനെതിരെ അദ്ദേഹം വരുത്തിയ മാറ്റങ്ങൾ നമ്മൾ കണ്ടതാണ്, അതിൻ്റെ റിസൾട്ടും ഉണ്ടായി. അതെ, ഈ ഫിയോന്തെ, സ്പെയിൻ കോച്ച് ഫിയോന്തെ വളരെ അച്ചടക്കമുള്ള ഒരു ഹെഡ് മാസ്റ്റർ തന്നെയാണ്. യോഹാൻ ക്രൈഫ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഈ ഫുട്ബോൾ കളിക്കുക എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്, പക്ഷേ സിമ്പിൾ ഫുട്ബോൾ കളിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. സ്പെയിൻ കളിക്കുന്നത് സിമ്പിൾ ഫുട്ബോളാണ്. നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വളരെ സിമ്പിളായി തോന്നും. പക്ഷേ അവരുടെ ഒരു കളിശൈലിയിൽ ഒരുപാട് വലിയ ആഘോഷങ്ങളില്ല, ആരവങ്ങളില്ല. ചില സമയത്ത് നമുക്ക് ബോറടിപ്പിക്കും, നമ്മളെ വല്ലാതെ ബോറടിപ്പിക്കും. കാരണം ഇങ്ങനെ കളി ഇങ്ങനെ ഒഴുകുകയാണ്, ഒരേ ഫ്ലോയിൽ പോയിക്കൊണ്ടിരിക്കും. പക്ഷേ സ്പെയിൻ്റെ കളിയിലെ ഏറ്റവും വലിയ പ്രത്യേകത ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത് അവരുടെ ബോൾ റിക്കവറിയാണ്. ശരാശരി 13-നും 16 മിനിറ്റിനും ഇടയിലാണ് റിക്കവറി. അതായത് ഒരു കളിയിൽ ഒരു 16 സെക്കൻഡിൽ കൂടുതലൊന്നും ഒരു എതിർ ടീം കളിക്കാരൻ്റെ കാലുകളിൽ പന്ത് തുടരാൻ അവർ അനുവദിക്കില്ല. ശരാശരി സമയമാണ് ഞാനീ പറയുന്നത്. ചിലപ്പോൾ രണ്ടാം സെക്കൻഡിൽ തന്നെ പിടിക്കും, അങ്ങനെ അല്ലെ ചിലപ്പോൾ ഒരു 30 സെക്കൻഡ് വരെയൊക്കെ. അതിനിടയ്ക്കുള്ള ഈ ഒരു മാച്ച് ടോട്ടൽ എടുത്തു കഴിയുമ്പോൾ ശരാശരി ഒരു 13 സെക്കൻഡ് അല്ലെ 16 സെക്കൻഡിനകം റിക്കവറി നടക്കുന്നു എന്നുള്ളതാണ്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ അതിനിടയിലുള്ള സമയത്ത് ഗോൾ അടിക്കുക എന്ന് പറഞ്ഞാൽ അത് അർജന്റീനയെ പോലെ ഒരു ടീമിനെ സാധിക്കും. അതെ, ഇനിയിപ്പം നമ്മൾ താരങ്ങളുടെ ഭാഗത്ത് കൂടി ചിന്തിച്ചാൽ 39-കാരനായ മെസ്സി, 19-കാരനായ യമാൽ, 20, അവർ തമ്മിലുള്ള പ്രായ വ്യത്യാസം 20. ഒരു ഘട്ടത്തിൽ മെസ്സി യമാലിനെ കുളിപ്പിക്കുന്ന ചിത്രം ഇപ്പോഴും വൈറലാണ്. അപ്പോൾ ആ ചിത്രം ഈ ഫൈനലിൻ്റെ വലിയൊരു പശ്ചാത്തലം ഒരുക്കിയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു സംഗതി അത് തന്നെയാണ്. അതായത് ഇപ്പം ലയണൽ മെസ്സി ആണെങ്കിലും ലെമീൻ യമാൽ ആയാലും ഇവരെല്ലാം സ്പെയിനിൽ ജീവിച്ച ആളുകളാണ്. അർജന്റീനയും സ്പെയിനും തമ്മിലുള്ള ഒരു മത്സരത്തിൻ്റെ ഒരു സമാനത അത് തന്നെയാണ്.
സ്പാനിഷ് സംസാരിക്കുന്ന 2 രാജ്യങ്ങൾ. അതിൽ കൂടുതലും അർജന്റീന ടീമിൽ ആണെങ്കിലും സ്പെയിൻ ടീമിലാണെങ്കിലും ഏറെ പേരും തന്നെ ബാർസലോണയിൽ കളിച്ച കുറേ ആളുകൾ. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ആൾ ലയണൽ മെസ്സി തന്നെയാണ്. ബാർസലോണയാണ് ലാമാസിയ അക്കാഡമിയിലൂടെ വന്നയാളാണ് മെസ്സി അർജന്റീനയിൽ ജീവിച്ചതിനേക്കാൾ ഏറെ കാലം സ്പെയിനിലാണ് ജീവിച്ചത്. അതിൻ്റെ ഒരു തുടർച്ചയാണ് ലെമീൻ യമാൽ എന്ന് നമ്മൾ കാണുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കളി ശൈലിയിലും ഇപ്പോൾ ഷമീർ തുടക്കത്തിൽ പറഞ്ഞ പോലെ ലാ ഫ്യൂവന്തയുടെ ശിഷ്യനായിരുന്ന ലയണൽ സ്കലോനി എല്ലാം ഒന്നിച്ചു നോക്കുമ്പോൾ നമ്മൾ മനസ്സിലാകുന്നത് ഇതിൻ്റെ എല്ലാം ബേസ് ഒന്ന് തന്നെയാണ്. അതായത് ഇത് അർജന്റീന ലാറ്റിൻ അമേരിക്കൻ ടീമാണെങ്കിലും അവർ കളിക്കാൻ പോകുന്ന ഒരു പരിധിവരെ യൂറോപ്യൻ ഗെയിമായിരിക്കും. പക്ഷേ അവരുടെ ശൈലി, അവരുടെ അഗ്രസീവ് സ്വഭാവം എന്ന് പറയുന്നത് അത് ലാറ്റിൻ അമേരിക്കൻ തന്നെയാണ്. തീർച്ചയായും അത് മെസ്സിയെ സംബന്ധിച്ചിടത്തോളം വളരെ പേഴ്സണലായ ഒരു മത്സരം കൂടിയാണ്. കാരണം 17 വർഷമായിരുന്നു അദ്ദേഹം ബാഴ്സലോണയിൽ ഉണ്ടായിരുന്നത്. അപ്പം 17 വർഷം വളരെ ക്ലോസ് ആയിട്ട് സ്പാനിഷ് ഫുട്ബോളിനെ കണ്ടറിഞ്ഞ ആളാണ്. സ്പാനിഷ് ഫുട്ബോൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് മെസ്സിക്കറിയാം. അപ്പം ആ തന്ത്രം എന്തായാലും മെസ്സി ഓൾറെഡി അത് കൂട്ടുകാരോട് പറഞ്ഞിട്ടുണ്ടാവും. അതിനനുസരിച്ചൊരു തന്ത്രം അവർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവും. അപ്പം മെസ്സി തൻ്റെ പഴയ ഒരു സിസ്റ്റത്തെ എങ്ങനെയാണ് നേരിടാൻ പോകുന്നത് കൂടിയുള്ള ഒരു ആസ്പെക്റ്റ് കൂടി ഈ മത്സരത്തിലുണ്ട്. അതെ, ഇതിനകത്ത് ഏത് തന്ത്രമാണെങ്കിലും എത്തരത്തിലുള്ള കളികളാണെങ്കിലും ഇതിനെയൊക്കെ മെസ്സി ബീറ്റ് ചെയ്തിരുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ കണ്ടു. കാരണം ഗോളടിക്കുന്ന മെസ്സിയെ മാത്രമല്ല, ഗോളിന് വഴിയൊരുക്കി കൊടുക്കുന്ന, അസിസ്റ്റ് കൊടുക്കുന്ന മെസ്സിയെ കൂടെ നമ്മൾ ഭയപ്പെടണം. കഴിഞ്ഞ കളിയിലെ 2 ഗോളുകൾ, അതായത് സെമിയിൽ ഇംഗ്ലണ്ടിനെതിരെ അർജന്റീന നേടിയ 2 ഗോളുകൾക്കും വഴിയൊരുക്കി കൊടുത്ത മെസ്സിയാണ്. അതിൽ ആ വിന്നിംഗ് ഗോൾ ലൗറ്റാരോ മാർട്ടിനസിൻ്റെ ഹെഡറിനുള്ള ഒരു ബോൾ കൊടുക്കുന്നത് അത് മെസ്സിക്ക് മാത്രമേ പറ്റുള്ളൂ. നമ്മൾ മലയാളത്തിൽ പണ്ട് നമ്മൾ വായിക്കുമായിരുന്നു, അതായത് അളന്നു മുറിച്ചു കൊടുത്ത ക്രോസ്, അല്ലെങ്കിൽ താലത്തിൽ വെച്ച് കൊടുത്ത പന്ത് എന്നൊക്കെ പണ്ട് പഴയ അതിൽ വായിക്കുമായിരുന്നു. ഏതാണ്ട് അതുപോലെ തന്നെയാണ്. ആ ഹെഡറിന് പാകത്തിന് ചാടേണ്ട ഒരു ഉത്തരവാദിത്വം മാത്രമേ ലൗറ്റാരയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ. അതിന് മുമ്പുള്ള ഗോളും പുള്ളി എൻസോ ഫെർണാണ്ടസിന് സ്പേസ് ഉണ്ടാക്കി കൊടുത്തതും വളരെ മനോഹരമായ ഒരു കാഴ്ചയായിരുന്നു. മുന്നിലുള്ള 2 ഡിഫൻഡർമാരെ തൻ്റെ അടുത്തേക്ക് വലിച്ചിട്ട് അപ്പുറത്തെ ബോക്സിന് പുറത്തേക്ക് എൻസോ ഫെർണാണ്ടസിന് ഈ നേരത്തെ പറഞ്ഞ പോലെ താലത്തിൽ വെച്ച് കൊടുത്ത് ഫെർണാണ്ടസ് അത് സ്കോർ ചെയ്തു. അപ്പം അങ്ങനെ വളരെ ടാക്ടിക്കലി വളരെ ബ്രില്യൻ്റ് ആയ ഒരു ഗെയിമായിരുന്നു മെസ്സിയുടെ. അതാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, ഇവരൊരു ചാമ്പ്യൻ ടീമാണ്. അവർക്ക് പ്രത്യേകിച്ചും ഒരു ഗോൾ വഴങ്ങിക്കഴിഞ്ഞ അർജന്റീനയെ നമ്മൾ പേടിക്കണമെന്ന് കഴിഞ്ഞ ചർച്ചയിലും പറഞ്ഞു. അവർക്ക് എങ്ങനെ ഗോൾ അടിക്കണം, എങ്ങനെ മത്സരം ജയിക്കണമെന്ന് ഇപ്പോൾ വളരെ കൃത്യമായി അറിയാം. അവർക്ക് അതിന് കൃത്യമായൊരു ഗെയിം പ്ലാനും ഉണ്ട്. പിന്നെ സ്കലോനിയുടെ സബ്സ്റ്റിറ്റ്യൂഷൻസ് പ്രത്യേകം. അവരുടെ കഴിഞ്ഞ തവണ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഇത്തവണ റോഡ്രിഗോ ഡീപോളൊക്കെ ആദ്യ 11 തന്നെ ഉണ്ടാവുമെന്ന് തോന്നുന്നു. ആ കഴിഞ്ഞ തവണ അദ്ദേഹം സബ് ചെയ്തു. അതുവരെ ഉണ്ടായിരുന്ന സിമിയോണിയെ ശരിക്കും ഇംഗ്ലീഷുകാരെ പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടി മാത്രമായിരുന്നു നിയോഗിച്ചിരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി അത് മാത്രമായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു കൃത്യമായൊരു ടാക്ടിക്സ് ഉണ്ട്. ഓരോ ടീമിനെ കുറിച്ച് എങ്ങനെ അവരെ നേരിടണമെന്നതിനെ കുറിച്ച് അവർക്ക് അർജന്റീനയ്ക്ക് വ്യക്തമായൊരു പ്ലാനുണ്ട്. മറുവശത്ത് സ്പെയിനിന് അതിൻ്റെ നേരെ തിരിച്ച് സ്പെയിൻ എങ്ങനെ കൃത്യമായി ഗ്രഹപാഠം ചെയ്ത് പഠിച്ചിട്ടാണ് അവർ ഓരോ കളിക്കും ഇറങ്ങുന്നത്. മെസ്സിയെ എങ്ങനെ പൂട്ടണമെന്നറിയാം, അവർക്ക് എങ്ങനെ അർജന്റീനയുടെ പ്രതിരോധം ഭേദിക്കണമെന്നറിയാം, അവർക്ക് എമിലിയാനോ മാർട്ടിനസിനെ എങ്ങനെ ബീറ്റ് ചെയ്യണമെന്ന് വരെ ഇതിനകം തന്നെ ഫ്യൂവന്തെ തീരുമാനം എടുത്തിട്ടുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ സിമിയോണിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഒരു ട്രോള് വന്നത്, അച്ഛനേക്കാൾ മോശക്കാരനായ ആൾ എന്നാണ് പല ട്രോളുകളിലും കണ്ടത്. സിമിയോണിയുടെ ഡ്യൂട്ടി അതായിരുന്നു. സിമിയോണി ഫൗൾ ചെയ്തെങ്കിലും അല്ലെങ്കിൽ സിമിയോണി അവരെ പ്രൊവോക്ക് ചെയ്തെങ്കിലും സിമിയോണിക്ക് ഒരു കാർഡ് പോലും കിട്ടിയില്ല. സമയം കഴിഞ്ഞപ്പോൾ സിമിയോണി വലിച്ചു, പകരം റോഡ്രിഗോ ഡീപോളിനെ അവിടെ ഇറക്കുകയും ചെയ്തു. അത് ആ കളിയിൽ വളരെ നിർണായകമാവുകയും ചെയ്തു. അതാണ് ഞാൻ പറഞ്ഞത്, സ്കലോനിക്ക് അത് അറിയാം, എങ്ങനെ ഒരു വിന്നിംഗ് ഗെയിം എങ്ങനെ കൊണ്ടുപോകണമെന്നുള്ളതിനെ കുറിച്ച് അദ്ദേഹത്തിന് വ്യക്തമായ പ്ലാനുണ്ട്. അവിടെ വിന്നിംഗ് ഗോൾ അർജന്റീന ഇംഗ്ലണ്ടിനെതിരെ നേടിക്കഴിഞ്ഞ ശേഷമുള്ള അദ്ദേഹത്തിന്റെ മുഖഭാവം കാണിക്കുന്ന 1-2 ഷോട്ട്സുകൾ പിന്നീട് അദ്ദേഹത്തിന് യാതൊരു അനക്കമില്ല, ഒരു കുലുക്കം പോലും ഇല്ല. ബാക്കി എല്ലാവരും തുള്ളിച്ചാടുമ്പോൾ അദ്ദേഹം കൂളായിരുന്നു. അതെ, ഈ ഫ്യൂവന്തെ ഇതിന്റെ വേറൊരു രൂപമാണ്. അദ്ദേഹം ഒരുപാട് ആഘോഷിക്കുന്നതൊന്നും നമ്മൾ കണ്ടിട്ടില്ല. ഈ സ്പെയിനിനെ സംബന്ധിച്ചിടത്തോളം സ്പെയിൻ എങ്ങനെയാണ് കളിക്കാൻ പോകുന്നതെന്ന് ഏറെക്കുറെ നമുക്ക് ഊഹിക്കാം. കാരണം അവരുടെ ബോൾ പൊസഷൻ അടിസ്ഥാനമാക്കി തന്നെ കൂടുതൽ സമയം അർജന്റീനയ്ക്ക് പന്ത് കൊടുക്കാതെ പിടിച്ചു വയ്ക്കുകയും ആക്രമിക്കുകയും ചെയ്യുകയായിരിക്കും അവർ ചെയ്യുക. അതുപോലെ തന്നെ കഴിഞ്ഞ ഫ്രാൻസിനെതിരായ കളിയിൽ അവരുടെ ഡിഫൻസ് എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആയിരുന്നു, അല്ലെങ്കിൽ ആ ഡിഫൻസിനെ അവർ വളരെ കൃത്യമായി ഉപയോഗിച്ചു. ഇത്തവണയും അവർ ഒരു അറ്റാക്കിംഗ് ടീമിനെ നേരിടേണ്ട വിധത്തിൽ അവരുടെ ഡിഫൻസിനെ ഒരുക്കുമെന്ന് നമുക്കറിയാം. ആകെ വരാൻ പോകുന്ന ഒരേ ഒരു ആശങ്ക, അത് എത്രമാത്രം വസ്തുതാപരമാണെന്ന് നമുക്ക് കളത്തിൽ അറിയാൻ പറ്റും, എങ്കിലും സ്പെയിനിൻ്റെ അറ്റാക്കിംഗ് ഫ്രണ്ടിനെ കുറിച്ചാണ്. അവരുടെ ആക്രമണ നിര ഏത് തരത്തിലായിരിക്കും ഇതിൽ പെർഫോം ചെയ്യാന്നുള്ളതാണ് ആകെ നമ്മൾ അറിയേണ്ട ഒരു കാര്യം. അത് അങ്ങനെ പറയരുത് എന്നാണ് നമുക്ക് കിട്ടുന്ന കമന്റുകൾ, അത് ഓർക്കുന്നുണ്ടല്ലോ. പിന്നെ തീർച്ചയായിട്ടും അല്ല, ശരിയാണ്.
13 ഗോളുകൾ അടിച്ചൊരു ടീമാണ് അർജന്റീന. 19 ഗോൾ അടിച്ചെങ്കിൽ 12-13 കൃത്യം നമ്പർ ഞാൻ ഓർക്കുന്നില്ല, എങ്കിലും അത്രയും ഗോളുകൾ അടിച്ചൊരു ടീമാണ്. എങ്കിൽ പോലും അർജന്റീനയുടെ ഡിഫൻസ് വളരെ സ്ട്രോങ് ആണ്. അവിടെ അവരുടെ ഒരു മിഡിൽ, അർജന്റീനയുടെ മിഡിൽ അവർ പന്ത് ഹോൾഡ് ചെയ്ത് കളിക്കുന്ന ആളുകൾ, ഇപ്പോൾ പരഡൈസിനെ പോലുള്ള ആളുകൾ, അവരത് കൃത്യമായി തന്നെ പന്ത് ഒരു അറ്റാക്കിനെ ഒഴിവാക്കി വിടാൻ പറ്റുന്ന രീതിയിലാണ് അവർ കളിക്കുന്നത്. മറുവശത്ത് സ്പെയിനിൻ്റെ മിഡിലാണെങ്കിലും റോഡ്രി ഹോൾഡ് ചെയ്താണ് കളിക്കുന്നത്. അവിടെയും ഇതേ രീതിയിൽ തന്നെയാണ്. നമുക്ക് ഒരു സംശയം തോന്നുന്നു ഇതിൽ ആര് ജയിക്കുമെന്നുള്ളത്. അർജന്റീന ജയിക്കുമെന്ന് അങ്ങ് കണ്ണടച്ച് പറയാൻ പറ്റുന്നില്ല, അതേസമയം സ്പെയിൻ ജയിക്കുമെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്നില്ല. ഈ മത്സരത്തിന് വേറെ ചില പ്രത്യേകതകൾ കൂടിയുണ്ട്. ഇതുവരെ ഇതിനൊന്നും വരാതിരുന്ന ഒരാൾ, ലോകത്തെ ഏറ്റവും വലിയ വിദഗ്ധൻ ഈ മത്സരം കാണാനെത്തുന്നുണ്ട്, US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അദ്ദേഹം ഏത് ടീമിൻ്റെ കൂടെയാണെന്ന് ദൈവത്തിനറിയാം. ഈ വിജയിക്കുന്ന ടീമിനെ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുമോ എന്ന് ദൈവത്തിനറിയാം. മത്സരഫലം മാറ്റണമെന്ന് അദ്ദേഹം പറയുമോ എന്ന് നമുക്കറിയാൻ പാടില്ല. എങ്കിലും അദ്ദേഹമാണ് ട്രോഫി സമ്മാനിക്കുക. അത് കൂടാതെ ഈ ലോകകപ്പ് ഫുട്ബോൾ ചരിത്രത്തിൽ ആദ്യമായി ഈ ഹാഫ് ടൈമിൽ ഒരു മ്യൂസിക് ഷോ വരാൻ പോവുകയാണ്. കുറച്ച് സമയം അതും അപഹരിക്കും. അപ്പോൾ പതിവിലുമേറെ മത്സരം നീളാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് എന്നതോട് വരികയാണ്. ഈ ലോകകപ്പിൻ്റെ ഒരു ഹാഫ് ടൈം ഷോയെ കുറിച്ച് പറയുമ്പോൾ ഇതിന് കൃത്യമായൊരു മാനദണ്ഡങ്ങൾ ഉള്ളതാണ്. കാരണം ഒരു കളി നടക്കുന്നു, അതിലെ കളിക്കാർ എല്ലാവരും മാമായിരിക്കുന്നു. ഒരു 15 മിനിറ്റിനപ്പുറത്തേക്ക് ഇടവേള നീട്ടിക്കൊണ്ട് പോകാൻ പാടില്ല എന്നാണ് ഈ ഫുട്ബോളിൻ്റെ നിയമനിർമ്മാതാക്കളായ ഇന്റർനാഷണൽ ഫുട്ബോൾ അസോസിയേഷൻ ബോർഡിൻ്റെ ഇഫാബിൻ്റെ ഒരു നിയമം. കാരണം വാമായ കളിക്കാർ അവർ വീണ്ടും കൂൾ ഡൗൺ ആയി പോയി കഴിഞ്ഞാൽ അവർ വീണ്ടും തിരിച്ച് വാമായി വരാനുള്ള പ്രയാസം, ഇഞ്ചുറി ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഈ ഇടവേളയിൽ ഒരു കലാപരിപാടി വരുമ്പോൾ അതിനെ എത്രമാത്രം കൊമേഴ്ഷ്യലൈസ് ചെയ്യാവോ ആ രീതിയിലേക്ക് ഫിഫ കൊമേഴ്ഷ്യലൈസ് ചെയ്യുന്നതിൻ്റെ ഒരു ഉദാഹരണമാണത്. അത് ഒരുപക്ഷെ കളിയെ പോലും ബാധിച്ചേക്കാം. പ്രത്യേകിച്ചും മെസ്സിയെ പോലുള്ള മുതിർന്ന കളിക്കാരെയാണ് അത് ഗുരുതരമായി ബാധിക്കുക. അവരുടെ മസിൽ ഇഞ്ചുറികൾക്കൊക്കെ ഉള്ളൊരു സാധ്യത അവിടെ കാണുന്നുണ്ട്. തീർച്ചയായും കൂടുതൽ ആവേശകരമായ മുഹൂർത്തങ്ങൾ കാത്തിരിക്കുന്ന വേറെ കുറേ പേര് കൂടിയുണ്ട്. ഈ ഫൈനൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഒരു വിഭാഗം ആരാധകർ അർജന്റീനക്കാരാണ്, അവർ ആദ്യം മുതലേ അർജന്റീനയാണ്. മറ്റ് പല ടീമുകളുടെയും ആരാധകർ ഇപ്പോൾ സ്പെയിനിനൊപ്പമായിരിക്കും. അർജന്റീന ജയിക്കുന്നത് ഇഷ്ടമല്ലാത്ത ആരാധകർ ഒരുപക്ഷെ അങ്ങനെയായിരിക്കും. അപ്പോൾ രണ്ട് വിഭാഗം ആരാധകർ ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ ഇരുന്നിട്ട് ഈ മത്സരം വളരെ സാഗൂതം വീക്ഷിക്കുന്നുണ്ടാവും. കഴിഞ്ഞ ദിവസം ഇംഗ്ലണ്ടിനെതിരായ മത്സരം കഴിഞ്ഞപ്പോൾ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടായ ആ ഒരു ആഹ്ലാദ പ്രകടനമൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതിലും വളരെ വലുതായ ഒരു സംഗതിയാണ് ഇപ്പോൾ ഞായറാഴ്ച രാത്രി അല്ലെങ്കിൽ തിങ്കളാഴ്ച പുലർച്ചെ നമ്മൾ കാണാൻ പോകുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നമ്മൾ മലബാറിൽ മാത്രം കണ്ടിരുന്ന ഒരു ആഘോഷം ഇത്തവണ കേരളം ഉടനീളം അത് ഒരു ഫുട്ബോളിൻ്റെ ഒരു ജനകീയതയാണ് അടയാളപ്പെടുത്തുന്നത്. നമുക്ക് ഈ 4 വർഷത്തിലൊരിക്കൽ വരുന്ന ലോകകപ്പ് ഫുട്ബോളിലാണ് ഇത്രയധികം ജനപിന്തുണയും അല്ലെങ്കിൽ ശ്രദ്ധയും കിട്ടുന്നതെന്ന് തോന്നാറുണ്ട്. ക്രിക്കറ്റ് ഒരു പക്ഷേ അത് കേരളത്തിൽ ഒരു വലിയൊരു കായിക വിനോദം എന്നുള്ള നിലയ്ക്ക് ഒട്ടേറെ പേർ ഫോളോ ചെയ്യുന്ന ഒന്നാണെങ്കിലും 4 വർഷത്തിലൊരിക്കൽ വരുന്ന ലോകകപ്പ് ഫുട്ബോൾ എല്ലാ കാലത്തും എങ്ങനെയാണ് അതിന് ഏറ്റവും ചേരുന്ന ഒരു ഫൈനൽ തന്നെ ഇത്തവണ കിട്ടി എന്നുള്ളതാണ് നമുക്കിതിൽ സന്തോഷം പകരുന്ന ഒരു സംഗതി. തീർച്ചയായും നമ്മുടെ പ്രതീക്ഷയ്ക്കത്തൊരു ഫൈനലിന് വേണ്ടി കാത്തിരിക്കാം. യെസ്.